2026 ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസം 1201 ആണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും. ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും. ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായിക്കോണം. അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത്, കാരണം ഈ ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. നമ്മളിവിടെ രാശി വെച്ചിട്ടാണ്. കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച്, ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷൻ ആണെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് 12 രാശികളാണല്ലോ ഉള്ളത്. അപ്പൊ ഈ 12 രാശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം പോലെ തുടങ്ങുന്നു, അല്ല ഏരീസ്. അപ്പൊ അതിനകത്ത് അതിന്റെ ഉള്ള ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും. അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ, അതായത് 1-ാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മതി. മേടൻ രാശിയിലെ ഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഇടവൻ രാശി, ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോറസ് ആണ്, ടോറസ് അവിടെ ഒന്നുമില്ല. പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജെമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട്. ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത രാശിയിലായിരുന്നു, കർക്കിടകൻ രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ, അതായത് വക്രത്തില് പോയിട്ട് ഇപ്പം തിരിച്ചു വന്നു. മീൻസ് കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേന് ഇത് തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പൊ ഇത് മാറുക എന്ന് പറഞ്ഞാൽ ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത വ്യാഴമാറ്റം വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തേന് പിന്നെ അടുത്ത കർക്കിടകൻ രാശിക്കകത്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല. അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്കുക, കേതുവാണ് നിൽക്കുന്നത്. പിന്നെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ നോക്കുമ്പോൾ ധനുരാശി നോക്കുമ്പോൾ 4 ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി. അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോൾ മനസ്സിലാക്കില്ല, അതുകൂടെ പറഞ്ഞുതരാം. എഴുതിയിട്ടുണ്ട് രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അടുത്ത കൂന്ന് എഴുതിയിട്ടുണ്ട് കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ്. അപ്പൊ ചൊവ്വയാണ് കുജൻ എന്ന് പറയുന്നത്. അതുപോലെ ബൂന്ന് എഴുതിയിട്ടുണ്ട്, ബുധൻ എന്ന് പറഞ്ഞാൽ ബുധൻ, അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം. അതുപോലെ ശുക്രനുണ്ട്, ഷൂന്ന് എഴുതിയിട്ടുണ്ട്. ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീനസ് ആണ് ശുക്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു. മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല, ഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ്. കുംഭം വരുമ്പോഴെന്ന് കുംഭത്തിന് അക്വാരിസ് എന്ന് പറയുന്നത്. അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു, സാന്ന് എഴുതിയിട്ടുണ്ട്. സാന്ന് എഴുതിയേക്കുന്ന സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ്. അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു. അപ്പൊ അതേമാതിരി 12 അടുത്ത നോക്കിക്കഴിഞ്ഞാൽ മീനൻ രാശിയാണ് 12 എന്ന് പറയുമ്പോൾ. മീനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ പീസീസ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്ന് എഴുതിയിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ശനിയാണ്, ശനിയുടെ ആ ഒരു പൊസിഷനാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ്, ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കാരണം അത് 2 മാസം 1 മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു പീരീഡ് ഇൻ ബിറ്റ്വീൻ. പിന്നെ റിട്രോഗ്രേഷൻ വക്രത്തിൽ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക. പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കെ ആണെങ്കിൽ പോലെ ഒരു 2.25 ദിവസമൊക്കെ ഉള്ള ഒരു സോഡിയാക് സൈനില് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കൂ. ഏറ്റവും സ്പീഡിൽ കറങ്ങുന്ന ഗ്രഹമാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കുമ്പോൾ വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം. 1 വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം. അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശനി 2.5 വർഷം. അപ്പൊ എല്ലാ 60 വർഷം കൂടുമ്പോഴും മേടൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട്. അതാണ് ഈ 60 വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടിപൂർത്തി അങ്ങനെയൊക്കെ മീൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒരുപാട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അല്ലെ കുംഭമേള നടക്കുന്നത്, കുംഭമേള എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ഉൽപ്പത്തിയും അത് മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ 1 വർഷം. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാല്
ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നത് കൊണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളും ഉണ്ട്. അതൊക്കെ ഹയറായിട്ട് പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് നോക്കുക, അടുത്ത നോക്കിയ ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ രാഹു കേതു 2 ഗ്രഹങ്ങളെ ആണ് മോശഗ്രഹങ്ങൾ. നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാധീനങ്ങളും മയക്കുമരുന്നും മദ്യം അല്ലാതുള്ള അല്ലെന്നൊരു ഈ ഒരു റേഡിയേഷനിൽപ്പെട്ട 2 ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത്. അല്ല പ്രോസ്റ്റേറ്റ് അല്ലെന്ന രീതിയിൽ നമുക്ക് ഈ പൈൽസ് മാതിരിയുള്ള അസുഖങ്ങള്, അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും കൊണ്ടുതരുന്ന 2 ഗ്രഹങ്ങളാണ്. അതായത് ഈ പറയുന്ന മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന രാഹുവിനെ വെച്ച് നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജി ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ, അപ്പൊ ഈ ശനിയും രാഹുവും കേതുവും പൊതുവെ ഇച്ചിരി മോശമായിട്ടുള്ള ഗ്രഹങ്ങള് ആണെന്ന് മനസ്സിലാക്കിയേക്കണം. ഇത് മാത്രമല്ല, ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ ശുക്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതേമാതിരി ഈ എല്ലാ ഈ 27 നാളുകാരുടെയും അതുപോലെ 12 രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാൻ, ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെമഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സെപ്പറേറ്റ് ആണ്, ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം. അത് നിങ്ങൾ പോയി കാണണം. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ, കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല. അത് തന്നെയാണ് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ. പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലർ അല്ല. പല നോർത്ത് ഇന്ത്യയിലും പിന്നെ പലയിടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്, ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക് അസ്ട്രോളജി നമുക്കറിയാവുന്ന പറയാൻ നമ്മൾ ബൃഹനാടി അസ്ട്രോളജി, നക്ഷത്രാണി, ബൃഹനാടി കേപി അസ്ട്രോളജി. അപ്പോൾ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബൃഹനാടിക്കകത്താണ്. അതിന്റെ എന്ന് പറഞ്ഞ ഒരു ചാർട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വേണമെന്നൊരു ഒന്ന് കാണിക്കാം. ായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിലുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു, അല്ലെ അറിയാതെ പോകുന്നു. അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് 100% നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് വരും. ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല. മെഡിക്കലി മാത്രമല്ല, എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ചാർട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നോക്കി, ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രഡിക്ഷൻ പാർട്ടുള്ള വേരിയേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാശി നേരെ ഹൗസുകളാവും. ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ 1592610 3711 ഇങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ആണോ ബാഡ് ഹൗസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യം അത് ബർത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ എപ്പോഴും പോയിട്ട് ആ ഒരു ചാർട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആളിനെ നോക്കേണ്ട, എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നം കാര്യങ്ങളും വെച്ചിട്ട്, ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി, പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത്. ഞാൻ എന്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ A to Z എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വാട്സ്ആപ്പ് നമ്പറുണ്ട്. അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ട് കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഒരു 1 ഇയറിലെ പ്രഡിക്ഷൻ ആണ്. അപ്പൊ ഏകദേശം ഒരു ജൂൺ 2 ആകുമ്പോഴത്തേന് വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടെ നിന്ന് മാറുന്നുണ്ട്. അപ്പൊ മാറുന്നുണ്ട്
പല ഗ്രഹങ്ങളും മാറും. പക്ഷെ ശനിയൊക്കെ പറഞ്ഞ 2.5 വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല. ബാക്കി രാഹു കേതു ആണെങ്കിലും 1.5 വർഷം പീരീഡ് ഉണ്ട്, അതുകൊണ്ട് അതിനും മാറ്റമില്ല. ബാക്കി ഈ ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ മാറി, അത് ഞാൻ പറഞ്ഞ ഒരു മാസത്തെ കാട്ടിലല്ലെന്നൊരു 48 ദിവസം അങ്ങനെയൊക്കെ ഉള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനും ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിനായിട്ടുള്ള പ്ലാനറ്റുകളാണ്. അപ്പം നോക്കി ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല. അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ നിൽപ്പുണ്ട്, അത് നമ്മൾ നോക്കണ്ട, ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നു. ഗുരു 3 എഴുതിയെടുത്തുനിന്ന് 4 മാറി. തുലാൻ രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ രാശാധിപനം എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അതുപോലെ ഈ തുലാൻ രാശിയിൽ എന്ന് പറഞ്ഞാൽ 3 നാളുകളുള്ളതെന്ന് പറഞ്ഞാൽ ചിത്തിരയുടെ ഒടുവിലത്തെ 2 പാദം, പിന്നെ ചോതി വിശാഖമാണ്. വിശാഖത്തിൻ്റെ ഒടുവിലത്തെ ആദ്യത്തെ ഒരു 3/4 ഭാഗം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം ഈ ചിത്തിരെ ഭരിക്കുന്ന ചൊവ്വാണ്, ശുക്രകർമ്മപ്പെട്ടതാണ്. അതേമാതിരി ചോതിയാണെന്ന് വരിയിൽ രാഹുവാണ്, വ്യാഴമല്ല വിശാഖമാണെന്ന് വരിയിൽ ഇവരെ ഭരിക്കുന്ന വ്യാഴമാണ്. അതുപോലെ രാഹു കർമ്മപ്പെട്ട. അപ്പോൾ ഈ ആൾക്കാരുടെ ഓരോ സ്വഭാവങ്ങൾ കാര്യങ്ങൾ, അപ്പോൾ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇത്, ആ ഒരു റേഡിയേഷനുള്ള ആ ഒരു ബഹുമാനം ഭവ്യത എന്ന രീതിയിൽ രാഹുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു കലാപരമായിട്ടുള്ളത്, അങ്ങനത്തെ ഉള്ളതിൻ്റെ ഇച്ചിരി അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ഓരോ സ്വഭാവങ്ങളെ അതുപോലെ ചോദ്യമാണെന്ന് ഒരു രാഹു ശനി കർമ്മ. അപ്പം ഈ രാഹുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു എന്തെങ്കിലും ഒരു നല്ല രാഹുവാണെന്നൊരു നല്ല പെർഫോമൻസ് ചെയ്യാൻ, അഴുക്ക് രാഹുവാണെന്നൊരു കള്ളം പറയാനെടുക്കാനൊക്കെ ഉള്ളൊരു ചാൻസ്. അതുപോലെ പിന്നെ ശനിയുടെ ആയിട്ടുള്ള ഒരു റേഡിയേഷനുള്ള അവർക്ക് ആ ഒരു രീതിയിൽ പുഷിച്ച് പണി ചെയ്യാനെടുക്കാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു നേച്ചറെ ബിഹേവിയറെ അങ്ങനെ ഒക്കെ ഉള്ളൊരു മീൻസ് അങ്ങനെ മടിയൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറെ. അതുപോലെ ചിത്തിരയാണെന്നാണ് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ എന്ന് പറയുന്നത് ചൊവ്വയുടെ ആയിട്ടുള്ള ഒരു ദേഷ്യം പിടിവാശി, പിന്നെ ശുക്രകർമ്മ അവർക്ക് ഇച്ചിരി അണിഞ്ഞൊരുങ്ങി നടക്കാനുള്ളത്, അല്ലെങ്കിൽ ആ കലാപരമായിട്ടുള്ള കഴിവ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാനുള്ള ബൈബർത്തിൽ അവർക്കൊരു ക്വാളിറ്റി കിട്ടാനെടുക്കാനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇത് അനുസരിച്ച് ഇത് മാത്രമല്ല, അപ്പോൾ ഇതിനകത്ത് പിന്നെ സബ്ലോഡും ഒക്കെ വരുന്നത് അനുസരിച്ച് പിന്നെ പാദം വരുന്നു, പാദത്തിൻ്റെ അനുസരിച്ചായിട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഇവരുടെ ഓരോ സൗണ്ട് ഉണ്ടോ, ഓരോ ആൾക്കാരുടെ സൗണ്ട് കാര്യങ്ങൾ, പിന്നെ ഇന്റേണൽ പ്ലാനറ്ററി പൊസിഷനകത്ത് ഓരോ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ചുള്ള പല രീതിയിലുള്ള വ്യത്യാസങ്ങളും വരുമെന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവർക്ക് ബുധന്, ശുക്രന്, സൂര്യന്, അതേമാതിരി ചൊവ്വ, ഇത്രയും ഗ്രഹങ്ങൾ 3ലാണ് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. 3. അതേമാതിരി 5 പറഞ്ഞാൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ 5, പിന്നെ 6 നോക്കിക്കഴിഞ്ഞാൽ 9 നോക്കിക്കഴിഞ്ഞാൽ ഗുരുവ്, പിന്നെ 11 നോക്കിക്കഴിഞ്ഞാൽ കേതുവ്. അപ്പോൾ ഇങ്ങനെ ഇത്രയാണ് പ്ലാനറ്ററി പൊസിഷനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഇമ്പോർട്ടൻസ്, ഈ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ 3 പറഞ്ഞാൽ സിബിലിങ്സ്, നമ്മുടെ സഹോദരങ്ങളെ കാര്യങ്ങളെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ്റേത്, പിന്നെ എന്താ പറയുന്നത് നമ്മുടെ മെമ്മറി, കൊച്ചിലെയൊക്കെ നമ്മൾ ജനിച്ച് വളർന്ന ആ ചുറ്റുപാട്, ആ വീടും പരിസരവും, അല്ല നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ അയൽവക്കക്കാർ, അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ല ആ ഒരു രീതിയിലായിട്ടുള്ള ഒരു ഒരു സംഭവമാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേമാതിരി 5 പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് എന്താ പറയുന്നത് ഒരു പ്രണയത്തിൻ്റെ ഹൗസാണ്, റൊമാൻസിൻ്റെ ഹൗസാണ്. അതുപോലെ എഡ്യൂക്കേഷന്, നേരത്തെയുള്ള ഒരു പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റേത്, സ്പെക്കുലേഷന്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ലവ് അഫെയർ, ഒരു പ്രണയിക്കുന്നത്, റേപ്പ്, കിഡ്നാപ്പ്, ഇതും ഈ ഒരു ആംഗിളിൽപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് 5 പറയുന്നത്. അതുപോലെ 6 എന്ന് പറഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് ഡിസീസ് എന്ന് പറയാം, അസുഖത്തിൻ്റെ, പാർട്ട് ടൈം ജോബ്, പിന്നെ ഈ സിക്നെസ്, ഡെപ്റ്റ്, ബാങ്ക് ലോണ്, അതുപോലെ ഇങ്ങനെയുള്ള ഇഞ്ചറി, ലോസ്, അല്ല ഒബ്സ്റ്റക്കിൾ, തടസ്സങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഹൗസാണ് 6 പറയുന്നത്. അതേമാതിരി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുരു നോക്കിക്കഴിഞ്ഞാൽ 9. 9 എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഫെയ്ത്ത്, അതുപോലെ വിസ്ഡം, അച്ഛൻ്റെ ഹൗസാണ്, അച്ഛനെ തിരിച്ചറിയാൻ, പിന്നെ ടീച്ചറ്, അതെല്ലാം നമ്മുടെ ഈ 9 നിന്നാണ് മനസ്സിലാക്കുക. അതേമാതിരി സ്പെക്കുലേറ്റീവ് ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ, പിന്നെ ഷോർട്ട് ജേർണി, ചെറിയ ചെറിയ യാത്രകൾ, ലോങ് ജേർണിയിലും നമ്മൾ അതാത് വിദേശങ്ങളിലൊക്കെ പോകുന്നത് എടുക്കുന്നത്, അതുപോലെ ഫോറിൻ ലൈഫ്, ഫോറിനിലോട്ട് പോകുന്ന ഫോറിൻ ജേർണി,
ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. അപ്പം അതേമാതിരി ഇവർക്ക് കേതുവാണെന്ന രീതിയിൽ 11 വരുമ്പോഴത്തേന് 11 ഹൗസ് ഓഫ് ഗെയിൻ, ഫ്രണ്ട്ഷിപ്പ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു റിവാർഡ്, അല്ലെങ്കിൽ ഡ്രീം ഫുൾഫിൽമെൻറ്റ്, നമുക്ക് ജീവിതത്തിലുള്ള പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാൻ, നല്ല കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അല്ലെങ്കിൽ സീക്രട്ട് ഓഫ് എന്താ പറയുക, പേഴ്സണൽ സീക്രട്ട്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റിക്കവർ ഫ്രം ദ ഇൽനെസ്, നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അസുഖങ്ങളുടെ കാഠിന്യത്തിന് കുറയുക, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് ഹൗസ് ഓഫ് വെൽത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ സ്പെക്കുലേറ്റീവ് ഗെയിൻ, നമ്മൾക്ക് ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ ഇങ്ങനൊക്കെ ഒരു മോചനം കിട്ടാനുള്ള നല്ലൊരു ഹൗസാണ് ഈ 11. അപ്പോൾ ഇവരുടെ ഈ രാഹു എന്ന് പറഞ്ഞാൽ 5-ലാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കപട പ്രണയത്തിലകപ്പെടാം. ആരെങ്കിലും ഒക്കെ വന്നിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് വേണമെന്ന രീതിയിൽ ഞാൻ പ്രണയിച്ചിട്ട് ഇത് അങ്ങനെ ചെയ്യാൻ, കല്യാണം കഴിക്കാമെന്നൊക്കെ ഉള്ള മോഹന വാഗ്ദാനം വന്നിട്ട് കളിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പീരീഡിൽ വളരെ കെയർഫുള്ളായിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ. പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ പൊസിഷന് 3, 6, 10, 11 എന്നൊക്കെ ഉള്ളിടത്ത് രാഹു നിൽക്കുന്നവർക്കാണെന്നതിൽ നല്ലതാണ്. അങ്ങനെയുള്ളവർക്കാണെന്നൊരു നല്ല വിവാഹബന്ധം ആലോചന വരാനോ എടുക്കാനോ, അതിൻ്റെ നല്ല പ്രണയബന്ധങ്ങൾ വരാനോ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനൊരു സാധ്യത. അതുപോലെ വിദ്യാഭ്യാസത്തിന് നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിന് പെർഫോം ചെയ്യാനുള്ളത്, അല്ലെ പഠിക്കാനുള്ളത്. അതേസമയം നേരെ ഇത് മോശമായിട്ടുള്ള രാഹുവാണ്, പഠിത്തത്തിൽ ഉഴപ്പ് വരാം. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഈ എന്താ പറയുന്നത് സ്പെക്കുലേഷൻ, ആവശ്യമില്ലാത്ത എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെടാം. ചിലപ്പോൾ മയക്കുമരുന്ന്, അല്ലെന്നിരി എന്തെങ്കിലും ഈ പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു രാഹുവിൻ്റെ ആയിട്ടുള്ള റേഡിയേഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എടുക്കാൻ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള റേപ്പ്, മീൻസ് ഇങ്ങനെയൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് ഒളിച്ചോടാം. ഇതേപോലെ വന്നിട്ട് ചില കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു പ്രായത്തിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോഹവലയത്തിൽ എന്നുള്ള മായിക പ്രപഞ്ചമാണ് ഈ ഒരു രാഹുവിൻ്റെ ആയിട്ടുള്ള എന്നാണ്. അപ്പോൾ ഒരു മായികമായിട്ടുള്ള ഒരു കപട പ്രണയത്തെ അകപ്പെട്ടിട്ട് അതിൽ നിന്ന് ഒളിച്ചോടാനൊക്കെ ഉള്ള ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു ആംഗിളാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാലിന് എന്തെങ്കിലും ചെറിയ അപകടം, പ്രത്യേകിച്ച് 2 വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് വരുന്നു നോക്കുക, കാലിന് അപകടം പറ്റാൻ സാധ്യത ഉണ്ട്. അതുപോലെ പട്ടിയൊക്കെ കടിക്കാനെടുക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് 6-ലെ ശനി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു റേഡിയേഷനിൽപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ അസിഡിറ്റി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് അസിഡിറ്റി കൂടാൻ, നേഴ്സ് സംബന്ധമായിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒന്ന് പറയുകയാണ്, നിങ്ങൾ ലഗ്നം നോക്കിയിട്ടല്ല അത് പറയുന്നത്, രാശി നോക്കിയിട്ടാണ്. ലഗ്നം നോക്കി പറഞ്ഞാൽ നമുക്ക് 100% അക്യുറസി കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക. മാത്രമല്ല ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ 9-ലാണ് ഈ പറയുന്ന ഇവർക്ക് വ്യാഴത്തിൻ്റെ ഇപ്പം പൂർവികമായിട്ടുള്ള സ്വത്തുക്കളെ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ വീതം വെച്ച് എടുക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഉപരിപഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഉപരിപഠനം ചെയ്യാനുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ താല്പര്യം, ഉപരിപഠനത്തിൽ പ്രത്യേകിച്ച് ഈ ഇതൊക്കെ എഴുതിയിട്ട് ഹയർ സ്റ്റഡീസിനായിട്ട് പോകാൻ വേണ്ടി IELTS എഴുതിയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് എളുപ്പം വിസയൊക്കെ എളുപ്പം പാസ്സായിട്ട് വന്ന് ഗൾഫിൽ പോകാനോ അല്ല യൂറോപ്പിൽ എവിടെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അഡ്മിഷൻ കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു ഫേവറബിളായിട്ടുള്ള ടൈമാണ് ഇത് ഒരു മാസം വരെ, ജൂൺ വരെ. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിനെ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ എന്താ പറയുക, നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷെയർ മാർക്കറ്റിലൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ വരാനെടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക്, കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കൂടുതൽ നല്ല കോൺട്രാക്ട് കിട്ടാൻ, അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്ട് കിട്ടാനെടുക്കാൻ, അല്ലെ കടം കൊടുത്ത് ഈ ഒരു പൈസ അങ്ങനെയൊക്കെ ഉള്ള മാർക്കറ്റിലൊക്കെ കുടുങ്ങിയ പൈസ ഒക്കെ ഒന്ന് കിട്ടാനെടുക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ധനലാഭം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടെന്നവരിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ബൃഹനാഡിയുടെ കോഴ്സുണ്ട്, ബൃഹനാഡിയുണ്ട്, നക്ഷത്രാടിയുണ്ട്, പിന്നെ മൊബൈൽ ന്യൂമറോളജി, അല്ലെന്നൊരു വേദിക് ന്യൂമറോളജി, അപ്പം ന്യൂമറോളജി, വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്, അഡ്വാൻസ്ഡ് വാസ്തുവാണ്. നിങ്ങൾക്ക് ഒരൊറ്റ വാട്സപ്പിൻ്റെ മെസ്സേജിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന രീതിയിൽ
അത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള. പിന്നെ നമുക്ക് ഒന്നും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി വന്ന് 2030 ആകുമ്പോഴത്തേന് 20 ബില്യൻ്റെ ഇൻഡസ്ട്രി ആയിട്ട് വളരും. ഇപ്പോഴാണെന്ന് വരിക അത് ഏകദേശം 14 ബില്യൺ US$. അപ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രിയുടെ എല്ലാം ഈ പോസിബിലിറ്റി താഴോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം കമ്പ്യൂട്ടറിനൊക്കെ അതിനെ ചെയ്യുന്നതിൻ്റെ ഒക്കെ ലിമിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇൻകം വീട്ടിൽ നിന്ന് തന്നെ ഒരു 50,000-75,000 ജോലി ഇല്ലാത്തവർക്ക്, പ്രത്യേകിച്ച് ഹൗസ് വൈഫൊക്കെ ഉള്ളതായിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാനും എടുക്കാനും ചെയ്തു കഴിഞ്ഞാൽ അത്ര ഒരു പ്രോബബിലിറ്റി ഉള്ള ഒരു ഫീൽഡാണിത് എന്ന് മനസ്സിലാക്കുക. കാരണം ആ ഒരു എഐക്കും കാര്യത്തിനും അതിനൊക്കെ ഉള്ളൊരു ഹ്യൂമൻ ബീങ്സിന് മനുഷ്യൻ്റെ ആയിട്ടുള്ള ഒരു അക്യുറസി കിട്ടുകയില്ല. ആ അക്യുറസി പാർട്ടി വരുമ്പോഴെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ബൃഹനാടിക്കകത്ത് പ്ലാനറ്ററി പൊസിഷന് ഞാനിപ്പോൾ ഇതിനകത്ത് നേരത്തെ ഒന്ന് കാണിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് ആർക്കെങ്കിലും ഇത് പഠിക്കാനും എടുക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നില്ല കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് അതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ വേറൊരു സംഗതി പറഞ്ഞാൽ ഇതിൻ്റെ റെമഡി ഉണ്ട്. ഈ വീഡിയോ ഓൾറെഡി ഇനി ലോങ് ആക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു അടിയിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ എനിക്ക് തോന്നി ഒരു 10 മിനിറ്റ് കൂടുതലാണ്. മലയാളത്തിൽ തന്നെ ഇത്ര ഒരു വീഡിയോ കാണില്ല. അത്ര ഡീപ്പായിട്ട് കുറച്ച് കവർ ചെയ്തിട്ടാണ് നാച്ചുറൽ റെമഡി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ഒന്നും കേൾക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ നമ്മൾ ഏത് പ്ലാനറ്ററി പൊസിഷനാണ് നമുക്ക് വീക്ക് ചീത്ത എന്നുള്ള അറിയണം. അതിനുള്ള കർമ്മം ചെയ്താൽ മതി, എല്ലാത്തിൻ്റെയും കർമ്മം ചെയ്യണ്ട. അപ്പോൾ ഓരോ ആൾക്കാർക്കും അങ്ങനെയുള്ള മോശമായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ മാറ്റാനും എടുക്കാനുമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ അതുപോലെ അസ്ട്രോ പ്ലസ് എന്ന് വേറൊരു ചാനലുണ്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രാടിയുടെ ഒക്കെ കോഴ്സുണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള പോസിബിലിറ്റി അതിനകത്തുണ്ട്. കുറച്ച് അല്ല അഡ്വാൻസ് ലെവലിലല്ല, അങ്ങനെയുള്ളതും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങളെപ്പറ്റി ഇപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും ഒക്കെ കവർ ചെയ്ത് നിങ്ങൾക്കൊന്ന് ഈ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറെ പോലും കൺസൾട്ട് ചെയ്യുന്ന മാതിരി ഒരു നല്ല ഗെറ്റിംഗ് എ ഗുഡ് ആസ്ട്രോളജർ എന്ന് പറഞ്ഞ മാതിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തെപ്പറ്റി നമ്മളൊക്കെ വരിഡാണ്. അപ്പോൾ ഓരോരുത്തരും വരിഡാണ്. അപ്പോൾ ആ ഒരു പ്ലാനറ്ററി പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മാറുന്നത് നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.